ഹായ്, ഇന്ന് നമ്മളൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ലൈക്ക് തരാൻ മറന്നേക്കരുത് കേട്ടോ. ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും നമ്മൾ മുരിങ്ങയുടെ ഇല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇതിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇതിൽ ഓറഞ്ചിനേക്കാൾ 7 വിറ്റാമിൻ സിയും ക്യാരറ്റിനേക്കാൾ 10 മടങ്ങ് അധികം വിറ്റാമിൻ എയും പിന്നെ പാലിനേക്കാൾ 17 മടങ്ങ് കാൽസ്യം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ. തൈരിനേക്കാൾ 9 മടങ്ങ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഉള്ളതിനേക്കാൾ 17% പൊട്ടാസ്യവും സ്പിനാച്ചിലുള്ളതിനേക്കാൾ 25% ഇരുമ്പും പാലും മുട്ടയിലും അടങ്ങിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രോട്ടീനും മുരിങ്ങയിലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അത് കൂടാതെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. മുരിങ്ങയില വെച്ച് നമുക്ക് സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം കൂടെ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ, അപ്പോൾ അതുപോലെ ഉള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം ഒന്ന് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഉള്ളി ഒരു 5-6 ഉള്ളി എടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഉണക്കമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നാളികേരം ചിരകിയത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ അധികം നമുക്ക് കുക്കറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സൂക്ഷിക്കാനായിട്ടും പറ്റും. നമ്മളിപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടും കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങളാണെന്ന് എങ്കിലും കുട്ടികളൊക്കെ ഇത് കഴിക്കാൻ മടിയുള്ള കുട്ടികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. മുരിങ്ങയുടെ ഇലയാണെന്ന് അറിയത്ത് പോലുമില്ല കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ ചോറ് തിന്നാനായിട്ട് ഇത് തന്നെ മതി. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഏകദേശമൊക്കെ വെന്ത് വരുന്ന ഈ ഒരു സമയത്ത് ഇനി ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് 1-2 പീസ് മാത്രം പുളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരിക്കലും കൂടി പോവരുത്. ഇനി നമ്മൾ ഇത് ഈ ഒരു സമയത്ത് എണ്ണ ചേർത്ത് കൊടുക്കണം. കാരണം എന്തായാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതൊരു മിക്സിയിലിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലായിടത്തേക്കും പുളി സ്പ്രെഡായി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വേവിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ പുളി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുക്കുക മാത്രം ചെയ്താൽ മതി. അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോക്ക് ലൈക്ക് തരാനും വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.